ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ചൊവ്വാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് സത്യത്തിൽ. പക്ഷേ എക്സാം ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല. ഇന്നാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. അപ്പം ഞങ്ങളിന്ന് ശാസ്താംകോട്ട അമ്പലത്തിലേക്കാണ് പോകുന്നത്. എക്സാം ഉണ്ട്, അവിടെ നേരത്തെ ഇറങ്ങി. എന്നും കയറണമെന്ന് വിചാരിക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ മുടക്ക് കാരണം വരാൻ പറ്റാതാവും. ഞങ്ങൾക്ക് അർച്ചന ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ കയറണമെന്ന്. ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്, എൻ്റെ വീട് അടുത്തല്ലേ, അവളുടെ വീട് കുണ്ടറായതുകൊണ്ട് അവൾക്ക് അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് കയറണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ വന്നേ. ദേവിക ഇല്ല ഇന്നത്തെ ദിവസം, അവൾക്ക് ബസ് കിട്ടിയില്ല. ദേവിക ഇല്ലാഞ്ഞിട്ടും വന്നേ. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായതുകൊണ്ടാണ്. DB ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയത് മുതൽ ഈ അമ്പലത്തിൽ കയറിയിട്ടില്ല. അതിന് മുമ്പൊക്കെ ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ്. അർച്ചനയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഒക്കെയാണ് അമ്പലത്തിൻ്റെ അകംഭാഗം കാണാനായിട്ട്. ഇപ്പോൾ ഒരു എക്സ്പ്രഷനൊക്കെ ഇടും, കണ്ടോണ്ടോ, ഭയങ്കര സന്തോഷമാണ്. അപ്പം അമ്പലത്തിൻ്റെ അകത്ത് കയറി. അപ്പോഴേ ഞങ്ങൾ ഓർത്ത് പൈസ എടുത്തില്ല. അർച്ചനയുടെ ഫോൺ കേസിൽ 50 രൂപ വരുന്നുണ്ട് കാര്യമായി. പക്ഷേ ചില്ലറ ചോദിച്ചാൽ ആരുടെയും കയ്യിൽ ചില്ലറ ഇല്ലായിരുന്നു. എന്തോ ചെയ്യാനാ, രാവിലെ തന്നെ പണി കിട്ടി. ഞങ്ങൾ ഓർത്തില്ല, അല്ലാണ്ട് പൈസ ഇല്ലാതാണ് കയറുന്നത്. അങ്ങനെ പിന്നെ ഒരു മാമൻ എന്തോ ഭാഗ്യത്തിന് ആ ഫ്രണ്ടിൽ പോകുന്ന മാമൻ, ആ മാമൻ 10 രൂപ തന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കയറാൻ പോയി. അകത്ത് വെളിയിൽ ചന്ദനം മേടിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് മേടിച്ചില്ല, പൈസ ഇല്ലാഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെ കയറി. അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്, അതിൻ്റെ അകത്ത്. പിന്നെ ഞങ്ങൾ ചന്ദനവും മേടിച്ച് കുറിയൊക്കെ തൊട്ട് ഇപ്പോൾ തുളസി പൊക്കി കാണിക്കും. കണ്ടോ, ഒരു ഭക്തി കൂടുതലായതുകൊണ്ട് എനിക്ക് മാത്രം തുളസി കിട്ടിയെന്നാണ് പറയുന്നത്. ആർക്കറിയാം ഭക്തി ഉണ്ടെന്ന്. അങ്ങനെ ഈ സ്ഥലം കണ്ടോ ഗൈസ്, ഈ സ്ഥലം കാണാൻ നല്ല രസമല്ലേ. ഇവിടോട്ട് അധികം ആരും വരത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ട് ആരും വരാറില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. അങ്ങനെ ഇവിടെയും തൊഴുത് ഇനി ഞങ്ങൾ പോകുന്നത് സർപ്പക്കാവിലോട്ടാണ്. സർപ്പക്കാവ് ഇവിടെയും തൊഴുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തി മാതിരിയാണ്. ഇനി ഞങ്ങൾക്ക് എക്സാം ഉണ്ട് കോളേജിലോട്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കോളേജിലോട്ട് പോകുന്നത്. അപ്പോഴേക്കും ദേവിക വന്നു. ദേവി വന്നപ്പോൾ ഇവരെന്തോ ഇത് എന്നെ ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ് എന്നെ ഒറ്റയ്ക്കാക്കി. എനിക്ക് എന്തോരം വിഷമമായെന്നറിയോ. ഞാൻ ഇവിടെ നിന്ന് കരയാറായിരുന്നു. പിന്നെ റോഡരികിലെയാണ്, അപ്പോൾ നമ്മൾ കരയാൻ പാടില്ലല്ലോ. അങ്ങനെ തന്നെ കോളേജ് എത്തി ഗൈസ്. കോളേജ് ഇന്ന് ഇത്ര അലങ്കാരപ്പണി കാണിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സ് വരുന്നു. അപ്പം ഞങ്ങൾ സീനിയേഴ്സായി ഗൈസ്. അപ്പം അതിൻ്റെയാണ് ഒരുക്കങ്ങളൊക്കെ. അപ്പോൾ ചോക്ലേറ്റ്സും റോസാപ്പും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും കിട്ടി. ഫസ്റ്റ് ഇയേഴ്സ് അല്ല, എന്നാലും ചോദിച്ച് മേടിച്ചതാണ്. ചോക്ലേറ്റ് എന്നൊക്കെ കേൾക്കും, മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ടൈമുണ്ട്. ഞങ്ങൾ എക്സാം ഹാളിലോട്ട് കയറാൻ പോവുക. ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞു, പക്ഷെ അർച്ചന ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആർക്കറിയാം, എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാം. അപ്പോൾ ബൈ ഗായ്സ്, എക്സാം എഴുതാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾക്ക് അർച്ചനയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു വേറെ ഒരു വിഷയം. എനിക്കും ദേവിക്കും ഒരു വിഷയമായിരുന്നു. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അർച്ചന എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പാസ്സാകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ തുള്ളിച്ചാട്ടം അവിടെ നടത്തുന്നത്. ഇനി എന്ന് പറയുമ്പം ഫുഡടി, അതാണല്ലോ മെയിൻ. വയറ്റിലോട്ടും എല്ലാം പോണ്ടേ. അങ്ങനെ ഞങ്ങൾ കാടും മലയൊക്കെ താണ്ടി ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ സുമാമയുടെ ക്യാൻറ്റീൻ. സുമാമയാണ് അവിടെ മെയിൻ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും, ക്യാൻറ്റീനിലിരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ ദേവികയ്ക്കും ഞാൻ തന്നെ ചോറ് കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ കഴിക്കായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം 10 രൂപയ്ക്ക് ഈ 10 രൂപയുടെ വെള്ളം മേടിച്ച് കുടിച്ചു. അതിനുശേഷം മെയിൻ കാര്യം വീട്ടിലോട്ട് പോയി ഒന്ന് കിടക്കുക. അതാണ് വേണ്ടത്. ഞങ്ങൾ 3 പേരും 3 വഴിക്കോട്ടാണ്. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.